ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 8001 20. ഹലോ, അതെ ജാസ്മിൻ ആണ്. പറയൂ. ഞാനിപ്പോ ദുബായിന്ന് വന്ന് ലാൻഡ് ചെയ്തിട്ടുള്ളൂ. വീട്ടിലോട്ട് കേറുവാ. അതെ, കണ്ടില്ലേ എന്റെ ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ പടം 100 കോടി ക്ലബിൽ കയറി. അതുകൊണ്ട് എന്താ പ്രൊഡ്യൂസറിന് വീട്ടിൽ കയറാൻ പറ്റി. ഇല്ലെങ്കിൽ പെണ്ണുപിള്ള സമ്മതിക്കില്ലല്ലോ. സോ ഫണ്ണി. എന്താണ് ഇനോഗ്രേഷൻസോ? ഇനോഗ്രേഷൻസ് ഒക്കെ എനിക്ക് ഒത്തിരി വരുന്നുണ്ട്. ബട്ട് എനിക്ക് ടൈമില്ല. മൊത്തത്തിൽ ക്ലാഷ് ആയി കിടക്കുക. പിന്നെ ഒരു 15 lakhs ഒക്കെ കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ ശരി. ഓക്കെ വത്സല. അയ്യോ അയ്യോ, എന്റെ മുറച്ചെറുക്കം വേണു. തീർന്നു. അയ്യോ അതെ, എന്റെ മുറച്ചെറുക്കം വേണുവാ. അവനാണെ കൾച്ചർ എന്ന് പറഞ്ഞ അവന്റെ അയലത്തൂടെ പോയിട്ടില്ല. ഇപ്പൊ അവൻ വന്ന് എന്നെ നാട്ടിക്കുന്നുറക്ക എനിക്ക് അറിഞ്ഞു. അയ്യോ താ കയറി വരുന്നു. തീർന്നു. നീ എന്റെ പഴയ വാത്തങ്ങാട് മത്സരം തന്നെ അടി പെണ്ണേ. നീ പണ്ട് ഉണങ്ങിയ വാളപ്പുളി പോലെ ഇരുന്ന പെണ്ണായിരുന്നു. ഇപ്പൊ തൊലിച്ച പൂവമ്പഴം പോലെ ഇരിക്കണ്. എടി കണ്ടില്ല എന്തൊരു വെച്ചിരിക്കണേ. എനിക്ക് കൂടെ താടി ഇത്തിരി. എടി എന്തിനെ കൊണ്ട് വിശേഷപ്പെട്ട നീ ആകങ്ങ് മാറിപ്പോയല്ല. എടി നിന്റെ കാലിൽ വടച്ചോറൊക്കെ ഇപ്പോഴും ഉണ്ട് അടി പെണ്ണേ. നാറ്റിക്കരുത് പ്ലീസ്. ഞാൻ എന്തിനു നാറ്റിച്ച്? ആദ്യം താനീ വത്സലെ എന്നുള്ള വിളി അങ്ങ് നിർത്ത്. ഞാൻ എന്തിനു വിളിക്കണോ? കോൾ മീ ജാസ്മിൻ. പോത്തങ്ങോട്ട് വത്സല എപ്പോഴടി ജാസ്മിൻ UK ആയിരുന്നു. എന്നെ മനസ്സിലായാ? ഞാൻ പറഞ്ഞു കൊടുത്തു. വേണ്ടടി, ഞാൻ പറഞ്ഞു കൊടുക്കാം. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാന്ന്. എന്റെ പേര് വ്യാണു. എവളെന്നെ വ്യാണു അണ്ണാന്ന് വിളിക്കും. ഞാനാണ് ഇവളെ മറച്ചെറുക. ഇവളെ കെട്ടാ പോണ പയ്യേ. ഞാനും തന്നെ കെട്ടൂല. കൊച്ചിലെ പറഞ്ഞിട്ടുണ്ടല്ലോ. കൊച്ചിലെ ഞാൻ അങ്ങനെ പല പൊട്ടത്തരം പറഞ്ഞിട്ടുണ്ടാവും. സത്യറി കത്തിയോട് ചത്ത മൂത്തമ്മയെ കൊണ്ട് സത്യറി. ആരെ? കത്തിയോട് ചത്ത മൂത്തമ്മ. ചത്തവരാണെങ്കിലും സത്യം എനിക്ക് തന്നെ വേണ്ടപ്പോ. എന്നെ നിനക്ക് വേണ്ടേ? വേണ്ട. കണ്ട പിണങ്ങി നിക്കണണ്ട. പണ്ട് ഇവളിങ്ങനെയായിരുന്നു, പിണങ്ങി നിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഒരു സൂത്രം കാണിച്ച ഇവളിപ്പോ എനിക്ക് താണോ പറഞ്ഞൊരു കാണിച്ചു തരാമേ. വത്സലേ നിനക്ക് ഇഷ്ടപ്പെട്ട വെട്ടി കേക്ക്. എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ല വേണു. ഞാനിപ്പോ ഇതൊന്നും കഴിക്കാറുമില്ല. പിന്നെ നിനക്ക് എന്തിനാണ് ഇഷ്ടം? ഐ ലൈക്ക് ക്രീമി ചീസി പാസ്ത. റിമി ടോമി എങ്ങോട്ടും പോയെന്നല്ല. ക്രീമി ചീസി പാസ്ത അത് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഉള്ള സാധനം. അതാ കണ്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ തിന്നാൻ പറ്റൂ? പണ്ട് എവിടെന്നെങ്കിലും ഒരു കൂടച്ചക്ക കൊണ്ട് കിട്ടിയ അവരെ വീട്ടിൽ ഓണമായിരുന്നു. ചകണി വരെ ഉൾപ്പെടെ കഴിക്കുന്ന ടീമായിരുന്നു. ഇപ്പൊ ചീക്കി പിക്കി കാച്ച ഇറങ്ങോളല്ലേ. നാട്ടിക്കല് വേണു. ഞാൻ എന്തിനു നാട്ടിച്ചു? എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? അല്ല താൻ എന്തിനിപ്പൊ ഇങ്ങോട്ട് വന്നേ? തനി പൊക്കൂടെ? എനിക്ക് നിന്നെ കാണണമായിരുന്നു. പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യണമായിരുന്നു. നമ്മുടെ രണ്ടുപേരും കല്യാണോ? അത് നടക്കില്ല. നടക്കും. ഇല്ല. എന്തൊക്കെയാണ് പറയുന്നേ? വേണു തന്റെ വെട്ടിയൊക്കെ എടുത്തോണ്ട് താൻ പോയേ. ഞാൻ പോവൂലടി. എന്റെ വേണു താൻ പോ. താൻ എന്റെ സ്റ്റാറ്റസിനൊന്നും ചേർന്ന ഒരാളല്ല. നീ വേണു അടുത്താണോണ്ട് ഇങ്ങനെയൊക്കെ പറയണോ? വേണു അനഞ്ഞൊക്കെ പണ്ട് താൻ പോയേ. കേട്ടാ, അവക്കെന്നെ വേണ്ടെന്ന്. അവളെ സ്റ്റാറ്റസിന് ഞാൻ ചേരൂലെന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? അവളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഞാനാണ്. എക്സ്ക്യൂസ് മീ, എന്റെ സ്വപ്നം കാണാനൊന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ തന്നെ ഉറങ്ങുമ്പോ കണ്ടതാ. എവളൊരു നടിയുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഞാനായിരുന്നു. അവൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ മദ്രാസിൽ പോകുന്നതിന് വേണ്ടി വണ്ടിക്കാശില്ല എന്ന് പറഞ്ഞ അവൾ എന്റെ അടുത്ത് വന്നപ്പോ ഉറങ്ങി കിടക്കുന്ന എന്റെ അച്ഛന്റെ കതിലെ കടുക്കൻ മാങ്ങ പറിക്കുന്ന പോലെ പറിച്ചെടുത്ത് ആ പൈസ അവളെ കണ്ടു കൊടുത്തു. അല്ല, ഈ സിറ്റുവേഷന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ആ പൈസ എന്റെ ഒരു ഉളുപ്പില്ലാതെ എവള് വാങ്ങിച്ചിട്ട് ഇപ്പൊ നിനക്ക് എന്നെ അറിഞ്ഞൂടെ എന്റെ വെട്ടേക്കിനെ വേണ്ടല്ലടി. ഞാൻ പോവൂല മോളെ. എന്നെ പോണ പ്രശ്നമില്ല. എന്താ എന്നെ പിഴിഞ്ഞ് എന്റെ പൈസ മുഴുവൻ ഊറ്റിയെടുത്തിട്ട് നിനക്കിപ്പോ എന്നെ വേണ്ടല്ലടി. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇവക്ക് പണ്ട് ഉടുക്കാൻ ഒരു പാവാട പോലും ഇല്ലായിരുന്നു. വാങ്ങിച്ചു കൊടുത്തത് ആര്? ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. നിന്റെ അച്ഛൻ മറക്കടി. എന്റെ മാമ വന്നിട്ട് ഇവിടെ പോണ പ്രശ്നമുള്ളൂ. അവിടെ ഞാൻ പോയിരിപ്പോ.
നമസ്കാരമുണ്ട് മാഡം. നമസ്കാരം. ഒരുപാടധികം നന്ദിയുണ്ട് മാഡം, എനിക്ക് കഥ പറയാനായിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നേല്. മാഡത്തിന് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. മാഡത്തിന്റെ ഫസ്റ്റ് മൂവിയിൽ ഞാൻ തന്നെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റർ. 10-24 ദിവസം നമ്മൾ ഒരുമിച്ച് ലൊക്കേഷനിലുണ്ടായിരുന്നു. 26 വർഷം ഒരുമിച്ച് കളിച്ചോർന്ന് എന്നെ ഓർമ്മയില്ല. 24 ദിവസം ഞാൻ കുറെ പേര് കാണുന്നുകൊണ്ട് സോറിയാ മാം. എനിക്ക് മനസ്സിലാവും മാം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ന്യൂ പ്രൊജക്ടിന്റെ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കഥ പറയാൻ പോവല്ലേ, അങ്ങോട്ട് നീങ്ങിക്ക്, അവൻ കേക്കണ്ട. ഓക്കെ മാം. അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം. നമ്മുടെ ഈ സിനിമയുടെ ബഡ്ജറ്റ് എത്രയാ? ബഡ്ജറ്റ് ഒരു 4 കോടിയാണ് മാം. അയ്യോ, അപ്പൊ എനിക്ക് മാത്രം തന്നാ മതിയോ? മാഡം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും മാം. ഓക്കെ, നമുക്കൊരു 5 കോടിയിൽ ഉറപ്പിക്കാം. ഓക്കെ മാം, താങ്ക് യു. നമ്മുടെ സിനിമയുടെ പേരെന്താ? ടൈറ്റിൽ ഒരു ഒന്നാം തരം ടൈറ്റിലാണ്. വന്ന വഴി മറക്കരുത്. നമുക്ക് പറ്റിയ സിനിമ. കൺഗ്രാറ്റുലേഷൻസ്, കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. താങ്ക് യു. കറക്റ്റ് സിനിമയുടെ പേര് കേട്ടാ. മലയാള സിനിമ ലോകത്ത് ഈ സിനിമ അഭിനയിക്കാൻ വേറൊരു നടി സ്വപ്നത്തിൽ പോലും ഇല്ല. മാഡം ഇതാരാണ് മാഡം? ഞാൻ അവളെ മറച്ചിറക്കി, അവളെ കെട്ടാൻ പോണ പയ്യേ. ആണോ മാഡം? കൺഗ്രാറ്റുലേഷൻസ്. എന്നാ മാഡം കല്യാണം? അയ്യോ, കല്യാണം ഫെബ്രുവരി 30-ാം തീയതി. അടിപൊളി. അതെ, നമ്മളെ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടുകാരെ ഉറപ്പിച്ച് വെക്കുമല്ലോ. അങ്ങനെ എന്റെ കിണറ്റി വീണ് ചത്ത മൂത്തമ്മ ഉറപ്പിച്ച് വെച്ച ബന്ധവാ. അവനിപ്പോഴും ആ ബന്ധത്തിൽ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നു. ഒരു പട്ട് കേസാ. ഞാനും എന്റെ മനുഷ്യത്തിൽ പറഞ്ഞു വിട്ടിട്ടില്ല. ഞാനിത് പുറത്തൊന്നും പോയി പറയില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം. കഥ പറയൂ. ഇത് നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഓക്കെ പറഞ്ഞതല്ലേ. അത് മാത്രല്ല മാം, ഇത് അവാർഡുകളൊക്കെ കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കാരണം മാം ഈ സിനിമയിൽ ചെയ്യുന്നത് ഡബിൾ റോളുകളാണ്. അതെന്തായാലും നന്നായി. ഒരെണ്ണം മോശമായാലും ഒരെണ്ണം നന്നാക്കാലോ. അയ്യോ, അതല്ല. കഥ പറയാം. മാഡം ഒന്ന് നായികയായിട്ടും ഒന്ന് നായികയുടെ അമ്മുമ്മയായിട്ടുമാണ് മാം ചെയ്യുന്നത്. അമ്മുമ്മ എന്നൊക്കെ പറയുമ്പോ അപ്പന്റെ ഭാര്യയായിട്ട് വരും. മാഡം ടെൻഷൻ ആവണ്ട മാഡം. മാഡത്തിന്റെ ഈ മേക്ക് ഓവറിനും മുഖത്തെ ഈ ചുളിവുകളൊക്കെ മേക്കപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് റെബേക്ക വില്യത്തിനെ നമ്മൾ കാനഡയിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് 30 ലക്ഷം രൂപയാണ് മാം. വെറുതെ ചുമ്മാ പൈസ കളയണത്. ഒരു 5 രൂപ ബാർ സോപ്പ് 2 ബക്കറ്റ് വെള്ളം അവളെ തലയിൽ കൂടെ വെച്ചിട്ട് സാൻഡ് പേപ്പറിൽ ഒരു പിടി പിടിച്ചാൽ മതി. മാറിയിരിക്കും. നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തിലാണ്. ഒറ്റ വീക്ക് വന്നാണല്ലോ. ഞാൻ കഥ പറയട്ടെ മാഡം. കഥ പറയട്ടെ മാഡം. പറയൂ. ആ ഗ്രാമപ്രദേശത്തിൽ ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിലാണ് നമ്മുടെ കഥാനായിക ജനിച്ചത്. ദാരിദ്ര്യം? വാട്ട് ഈസ് ദാരിദ്ര്യം? ഈ ദാരിദ്ര്യത്തിന്റെ മീനിങ് എന്താ? ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടേ ഇല്ല. എന്തിനു പണ്ടേ പറയണ? എങ്ങനെ പോയാൽ മിക്കവാറും അവൾ വീട്ടിൽ ഓസ്കാർ ഇരിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. എടി, നിന്റെ പഴയ അവസ്ഥ അത് എന്നെ ദാരിദ്ര്യം. മിണ്ടാതിരിക്കും, ഞാൻ കഥയൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. മാഡം പറയട്ടെ മാഡം. ആ ഗ്രാമപ്രദേശത്തിൽ ഏറ്റവും നന്നായി പശുവിനെ കറക്കുന്ന കറവക്കാരിയാണ് നമ്മുടെ കഥാനായിക. അവളെക്കാൾ നന്നായിട്ട് അറിയുന്ന വേറെ ആരുമില്ല. രക്തം വരെ ഊറ്റും. മാഡം, നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറയുന്നത് വെളുപ്പിനെ 4 മണി. നായിക കുളിച്ചൊരുങ്ങി ആവി പറക്കുന്ന കട്ടൻ ചായയുമായി പുറത്തേക്ക് വരുന്ന നായിക. കട്ടൻ ചായ? ബ്ലാക്ക് ടീ മാം. ബ്ലാക്ക് ടീ. എനിക്ക് ബ്ലാക്ക് ടീ മാച്ചിട്ട് ക്യാപ്പിച്ചിനോ വേണം. ആരാന്റെ പറമ്പില്ല കപ്പം വന്ന് തിന്ന വെണ്ണായിരുന്നു. ഇപ്പോൾ ക്യാപ്പിച്ചിനെ കൂറ്റോള്. മാഡം, ഇതൊരു നാടൻ പ്രദേശമാണ് മാഡം. ഓക്കേ, ബ്ലാക്ക് ടീ മതി. ഓക്കേ. ആ കട്ടൻ ചായയൊക്കെ കുടിച്ച് തന്റെ സ്നേഹനിധിയായ സിൻഡിക്കേറ്റ് പശുവിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന നായിക. അയ്യേ, ഇത് എന്തിനു പറഞ്ഞു കൊടുക്കണേ? സിൻഡിക്കേറ്റ് പശുവല്ല, സിൻഡിക്കേറ്റ് ബാങ്ക് അല്ലേ? മിണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേന പിടിക്കാൻ മാത്രമല്ല, മുട്ടുകാരി വെച്ചാൽ കേറ്റി തരാനും എനിക്കറിയാം. മാഡം എന്താണ് മാഡം ഇങ്ങനെ ആലോചിക്കുന്നത്? ഈ കഥാപാത്രത്തെ ഞാൻ ആവിഷ്കരിച്ചൊന്നുമില്ല. അല്ല, നമ്മുടെ തൊഴുത്ത് AC ആണോ? തൊഴുത്ത് AC അല്ല മാം. കഥ പറയൂ. ആ പാവപ്പെട്ട കുടുംബം ജീവിച്ചിരുന്നത് നമ്മുടെ ആ സിൻഡിക്കേറ്റ് പശുവിന്റെ കറന്ന പാൽ വിറ്റിട്ടായിരുന്നു. അങ്ങനെ നായികയുടെ ജീവിതം മുൻപോട്ട് പോകുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടാകുന്നു. നമ്മുടെ സിൻഡിക്കേറ്റ് പശുവിന്റെ കറവ പറ്റുന്നു. നീ എന്നാ പിടിയിലാണ് പിടിഞ്ഞത്? സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച സിൻഡിക്കേറ്റ് പശു, സ്വന്തം കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ സ്നേഹിച്ച സിൻഡിക്കേറ്റ് പശുവിന്റെ കറവ പറ്റിയതറിഞ്ഞ നായികയ്ക്ക് സഹിക്കാനായില്ല. അവൾ വിങ്ങി പൊട്ടിക്കരയും. ആ വേദന അവക്ക് സഹിക്കാൻ കഴിയാതെ ആ സ്പോട്ടിൽ തന്നെ ഒരു ഇറച്ചുകെട്ടുകാരനെ വിളിച്ച് പശുവിനെ അങ്ങ് വിറ്റു. ചെയ്യും, എവിടെ ചെയ്യേണ്ട അപ്പുറം ചെയ്യും. പിഴിഞ്ഞ് പിന്നെ ഊറ്റ
ഒന്നുമില്ലെങ്കിൽ പിന്നെ അവള് വെച്ചോണ്ടിരിക്കൂല, കൊണ്ട് കളയും. ഫോർ എക്സാമ്പിൾ വേണു. ഇതെന്താ? അല്ല, ഈ സിറ്റുവേഷന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാ. അവന്റെ ഓടക്കൂടല്. മേഡം, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. ഇയാൾ ഇനി ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് കഥ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് കഥ തീർന്ന വേണുചേട്ടൻ, ഞാൻ ആദ്യം പറഞ്ഞ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. ഇതെന്റെ അന്നവാ. ഇത് നോക്കിയാ 4-5 കോടി രൂപയുടെ ഒരു സിനിമയാ. ശനി ചെയ്ത് പോയി അങ്ങോട്ട്. അയ്യടി മനമേ, തീൻപട്ടി കോലെ വരയ്ക്കുമ്പോ കത്തുമ്പോ അണയും. ഞാൻ പറഞ്ഞ പ്രശ്നമില്ല മോളെ, നിനക്കിപ്പോ എന്നെ വേണ്ടല്ലേ? എവളെ പ്രേമിച്ചിരുന്ന കാലത്ത് അവക്ക് ഉടുപ്പ് വേണം, അവക്ക് സിനിമ അഭിനയിക്കണം, അവക്ക് ഓഡിഷന് വേണം. എല്ലാത്തിനും ഞാനാണ് പൈസ മുടക്കിയത്. കൊറേ പൈസ പാഴായിട്ടുണ്ട്. അതൊക്കെ ഈ കൂട്ടി ഒരു 2 ലക്ഷം രൂപയെങ്കിലും നീ എനിക്ക് തരാതെ ഇവിടെ നിന്ന് പോണ പ്രശ്നമില്ല മോളെ. നീ കണക്ക് പറയാണോടാ മോളെ? ഇതാണോ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞു? ഇത് ഇങ്ങോട്ട് നോക്കി. ഞാൻ എങ്ങാനും ഇവനെ കെട്ടിയോളെ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. മേഡം, കൊടുക്കാനുള്ള പൈസ കൊടുത്ത് തീർത്തേരെ മേഡം. ഇവനൊക്കെ ഈ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ വല്ല ലൈവ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നാണക്കേട്. എടാ ഇങ്ങോട്ട് നോക്കടാ. നീ 2 ലക്ഷം രൂപയ്ക്ക് കണക്ക് പറയുന്നേ എനിക്ക് വേണ്ടി പാഴായല്ലേ? എടാ ഇങ്ങോട്ട് നോക്കടാ. 4 കോടി രൂപ എനിക്ക് വേണ്ടി പാഴാക്കാനായിട്ട് ഇവിടെ ഒരു കരങ്ങൾ നിൽക്കുന്നുണ്ടോ? അപ്പോഴാണ് നിന്റെ 2 ലക്ഷം രൂപ. അയ്യോ, അതല്ലേ സാർ. എനിക്ക് മനസ്സിലായി. മനസ്സിലായല്ലോ? മനസ്സിലായി. ഓടി. അപ്പൊ മേഡം, എല്ലാം പറഞ്ഞ പോലെ. അപ്പൊ നമ്മുടെ സിനിമ ഓക്കെ അല്ലേ? കറക്റ്റ്.